14-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ രക്ഷകനും നാഥനുമായ യേശു തമ്പുരാൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന പീഡാസഹനയാത്രയിലേക്ക് വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ലോകമെമ്പാടുമുള്ള ക്രിസ്തു ഭക്തർ ആചരിച്ചു വരുന്ന നോമ്പ് 40 ദിനങ്ങൾ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് എളിയവനായ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇറ്റ്സ് മൈ ഗ്രേറ്റ് സ്പിരിച്വൽ ജോയ് ഡ്യൂറിങ് ദി ഗ്രേറ്റ് Lent, the 40 days prior to the Holy Week celebration, remembering and experiencing the redemptive work of Jesus Christ, and walk with you all throughout Jerusalem. As we all know, Jerusalem is the central place of the world, and I welcome especially to the episode 14 because I concentrate much on Jerusalem. The redemptive work of Jesus Christ mainly focused in Jerusalem. The Annunciation to Mary was in Nazareth of Galilee. നമ്മുടെ അരുമനാഥൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങൾ സംഭവ്യമായത് പഴയ ജെറുസലേമിൽ ആയതുകൊണ്ടാണ് ഈ കാലയളവിൽ, ഈസ്റ്റർ വരെയുള്ള കാലയളവിൽ പാദമുദ്രകളിൽ ജെറുസലേം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ തമ്പുരാൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനം, ദി ട്രയംഫന്റ് എൻട്രി ടു ദി ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ജെറുസലേം. അതിനു മുൻപായി മരിച്ചവരിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ച സംഭവം, ശിഷ്യന്മാരുമായിട്ടുള്ള പന്തിഭോജനം, ഗെത്സമനയിലെ ഹൃദയസ്ഫൂക്കായ പ്രാർത്ഥന, തുടർന്ന് തൻ്റെ അറസ്റ്റ്, കുരിശിൻ്റെ പാത കടന്നുപോയി അവസാനം ഗോകുൽത്തായിൽ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിതനായിത്തീർന്ന സംഭവം, ജൗസേപ്പും നീക്കോദീമോസും യേശുതമ്പുരാൻ്റെ ശരീരം അടക്കം ചെയ്ത സ്ഥലം, മഹിമയോടെ ഉയർത്തിനേറ്റ സ്ഥലം, പിതാവിൻ്റെ വലത്തുഭാഗത്ത് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുതമ്പുരാൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളും സംഭവ്യവുമായത് ഈ ജെറുസലേം, പഴയ ജെറുസലേമിൽ തന്നെയാണ്. ആയതുകൊണ്ടാണ് ഈ പരമ്പരയിൽ ജെറുസലേമിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ജെറുസലേമിൻ്റെ കോട്ടകളും കോട്ടയുടെ വാതിലുകളും ആയിരുന്നല്ലോ നമ്മുടെ 13-ാം എപ്പിസോഡിൻ്റെ പ്രധാന വിഷയം. അതിൻ്റെ ഉപസംഹാരത്തിലേക്ക് കടക്കുകയാണ്. ഗെത്സമൻ തോട്ടത്തിന് നേരെ അഭിമുഖമായിട്ടാണ് ഗോൾഡൻ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓശാന ഞായറാഴ്ച ഒലീവ് മലയിൽ നിന്നും കെദ്രോൻ താഴ്വര ഇറങ്ങി ഗോൾഡൻ ഗേറ്റിലൂടെയാണ് യേശുതമ്പുരാൻ ജെറുസലേമിലേക്ക് വന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതും ഈ ഒലീവ് മലയിൽ തന്നെയാണ്. അതുകൊണ്ട് താൻ 2ാം എഴുന്നള്ളത്തും ആ വഴി തന്നെ ആയിരിക്കുമെന്നുള്ള വിശ്വാസം ക്രിസ്തുമതത്തിൽ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ പ്രബലമാകുകയും തൻ്റെ 2ാം വരവിന് വേണ്ടി നോക്കിപ്പാർത്ത ജെറുസലേം സഭ കിഴക്കോട്ട് തിരിഞ്ഞ് ഒലീവ് മലയിലേക്ക് നോക്കി ആരാധന ആരംഭിച്ചുവെന്നും ആ പതിവ് പിൽക്കാലത്ത് സഭ പിന്തുടർന്നുവെന്നും പുരാതന സഭകളെല്ലാം തന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും അവരുടെ ദേവാലയങ്ങൾ കിഴക്ക് പടിഞ്ഞാറായി വയ്ക്കുകയും മരിക്കുമ്പോൾ കിഴക്കോട്ട് അഭിമുഖമായി കല്ലറകളിൽ അടക്കുകയും ചെയ്യുന്ന പതിവ് ഇന്നും പാലിച്ചു വരുന്നു. വാസ്തവത്തിൽ പഴയ ജെറുസലേമിൻ്റെ കിഴക്കേ അതിർത്തി കിദ്രോൻ താഴ്വരയാണ്. അത് നാം കടക്കുമ്പോൾ ഒലീവ് മലയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ശാബത്ത് ദൂരം 1 കിലോമീറ്റർ എന്ന് വിശുദ്ധ ലൂക്കോസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നാം ഓർക്കേണ്ടതാണ്. ജെറുസലേം പട്ടണത്തേക്കാൾ 300 മീറ്റർ ഉയരമുള്ളതിനാൽ മലമുകളിൽ നിന്ന്
ജെറുസലേമിൻ്റെ മുഴുവനായ ഒരു കാഴ്ച ലഭിക്കുന്നതാണ്. അപ്രകാരം നോക്കിക്കണ്ടപ്പോഴാണ് യേശു തമ്പുരാൻ ജെറുസലേമിൻ്റെ നാശത്തെ ഓർത്ത് വിലപിച്ചത്. കിദ്രോൻ താഴ്വര ഒലിവുമലയുടെ പടിഞ്ഞാറും തെക്കുമുള്ള അതിർത്തികളാണ്. കിഴക്കേ ചരിവിൽ കൂടി ബത്പാഗി, ബഥനി എന്നീ ഗ്രാമങ്ങളിലേക്ക് കടക്കാം. അത് കഴിഞ്ഞാൽ കിഴക്കോട്ട് ചാവുകടൽ വരെയും യഹൂദ മരുഭൂമിയാണ്. നമ്മുടെ കർത്താവ് ഇവിടെ നിന്നുകൊണ്ട് മനോഹരമായ ജെറുസലേം പട്ടണത്തെ നോക്കി കരഞ്ഞു. ആ സ്ഥലത്ത് ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ പേര് ഡോമിനസ് ഫ്ലെവിറ്റ് എന്നാകുന്നു. ദി ചർച്ച് ഓഫ് ഡോമിനസ് ഫ്ലെവിറ്റ് ഓൺ ദി സ്ലോപ്സ് ഓഫ് ദി മൗണ്ട് ഓഫ് ഒലിവ്സ് ഫേസിംഗ് ദി ടെമ്പിൾ മൗണ്ട് മാർക്ക് ദി സ്പോട്ട് വേർ ജീസസ് വെപ്റ്റ് ഓവർ ദി ഫേറ്റ് ഓഫ് ദി സിറ്റി ഓഫ് ജെറുസലേം which would shortly be destroyed. Thine enemies shall lay there even with the ground, and thy children within thee. They shall not lay within thee one stone upon another. The Gospel according to St. Luke, chapter 19, 41 to 44. The present church was built on the ruins of an ancient church. ഒലിവുമല എന്ന പേരിന് ആധാരം അവിടെ ധാരാളം ഒലിവൃക്ഷങ്ങൾ വളരുന്നു എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷവും പേർ അന്വർത്ഥമാക്കത്തക്കവണ്ണം ധാരാളം ഒലിവുമരങ്ങൾ കാണാം. യഹൂദന്മാരുടെ ഒരു ഐതിഹ്യമുണ്ട്. പ്രളയത്തിൻ്റെ അന്ത്യത്തിൽ പ്രാവ് ഒലിവില കുത്തിപ്പിടിച്ച് നോഹയുടെ അടുക്കൽ എത്തിയത് ഇവിടെ നിന്നാണത്രേ. വേദപുസ്തകത്തിൽ ഒലിവുമലയെപ്പറ്റി വ്യക്തമായ പരാമർശമുള്ളത് ദാവീദ് സ്വപുത്രനായ അബ്ശാലോം തനിക്കെതിരായി എഴുന്നേറ്റു എന്ന് കേട്ടപ്പോൾ ദുഃഖാർത്ഥനായി തലയും മൂടി ഇതിൻ്റെ മുകളിലേക്ക് വരുന്നതായിട്ടാണ്. കഥനഭാരം വിട്ടു നിൽക്കുമ്പോൾ ഏകാന്തതയ്ക്കും ആശ്വാസത്തിനും ഈ മലയിലേക്ക് വരുന്നത് ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും അനുഭവമായിരുന്നില്ല. ദാവീദ് രാജാവ് മലമുകളിൽ പ്രാർത്ഥന നടത്തിയുണ്ട്. യേശു തമ്പുരാനും പ്രാർത്ഥിപ്പാനായിട്ട് ഇവിടേക്ക് വന്നത്. ഗെത്സമനത്തോട്ടം നമുക്ക് പരിചിതമാണല്ലോ. ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മലയെന്ന് വിശേഷിപ്പിച്ചാൽ അതും യോജിക്കുന്ന ഭാഷ തന്നെയാണ്. യഹൂദ പാരമ്പര്യത്തിൽ ഒലിവുമലയുടെ പ്രാധാന്യം സക്രിയാവിൻ്റെ പ്രവചനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്. ആ ദിവസത്തിൽ യഹോവയുടെ പാദങ്ങൾ യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ ചവിട്ടും. അഭിഷേകത്തിൻ്റെ മലയെന്നും ഒലിവുമല വിളിക്കപ്പെടുന്നു. ഇസ്രായേലിലെ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അവരോധിക്കുമ്പോൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന തൈലം ഒലിവുമലയിലെ ഒലിവിൽ നിന്നെടുക്കുന്നു. വിശിഷ്ട തൈലമാണ് അത്. ശലോമോൻ രാജാവിൻ്റെ പുറജാതി ഭാര്യമാർക്ക് ഈ മലമുകളിൽ പൂജാഗ്രഹങ്ങളും ബിംബങ്ങളും പ്രതിഷ്ഠിച്ചിരുന്നു എന്നും തന്മൂലം ഇതിനെ ദുഷിപ്പിൻ്റെ മലയെന്നും വിളിച്ചിരുന്നതായും പാരമ്പര്യമുണ്ട്. വിദൂരദേശങ്ങളിൽ പാർക്കുന്ന യഹൂദന്മാർ ജെറുസലേമിൽ പ്രധാന പെരുന്നാളുകളുടെ തുടക്കം കുറിക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നത് കത്തിച്ച തീവട്ടി ഒലിവുമലയിൽ ഉയർത്തി കാണിച്ചുകൊണ്ടാണ്. ദേവാലയവും ബലിപീഠങ്ങളും നശിപ്പിച്ച ശേഷം കൂടാരപ്പെരുന്നാളിൽ ശിലോഹിൽ നിന്നും വെള്ളം കോരി ആഘോഷപൂർവം നീരാർച്ചന ചെയ്യുവാൻ ഈ മലയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. യേശു തമ്പുരാൻ്റെ കാലത്ത് ഈ മലയുടെ ചരിവിൽ ധാരാളം ഒലിവൃക്ഷങ്ങൾ വളരുന്നുണ്ടായിരുന്നു. ഒരു ഭാഗം ശ്മശാനമായിരുന്നതിനാൽ ഈ മലയിൽ താമസമാക്കുവാൻ യഹൂദന്മാർ ഒരിക്കലും ഒരുമ്പെട്ടിരുന്നില്ല. മരങ്ങളുടെ ഇടയിൽ പാറപ്പിളർപ്പുകളും അങ്ങിങ്ങായി വിസ്തൃതമായ ഗുഹകളും ഉണ്ടായിരുന്നു. ഗെത്സമനം തോട്ടം മലയുടെ പടിഞ്ഞാറേ ചരിവിൽ ജെറുസലേമിന് അഭിമുഖമായിട്ടായിരുന്നു. അവിടുത്തെ പ്രശാന്തമായ അന്തരീക്ഷവും ഏകാന്തതയും പ്രകൃതി സൗന്ദര്യവും യേശുവിനെയും ശിഷ്യന്മാരെയും
അവിടേക്ക് ആകർഷിച്ചു. ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഉരുവമലയുടെ പല ഭാഗങ്ങൾക്കും പുണ്യതയാർന്ന മഹത്വങ്ങളുണ്ട്. അവിടെ എല്ലാം പള്ളികളും പ്രാർത്ഥനാ മന്ദിരങ്ങളും ഉയർന്നു കാണുന്നു. പാവനസ്മരണകൾ നിലനിർത്തുന്നു. ഏറ്റവും താഴ്ന്ന അടിവാരത്തിൽ കിദ്രോൻ താഴ്വരയിൽ ആണ് വിശുദ്ധ മാതാവിൻ്റെ കബറിടം. മാതാവിൻ്റെ മരണം ജെറുസലേം പട്ടണത്തിനകത്ത് സിയോൻ കുന്നിലുള്ള ഒരു ഭവനത്തിൽ വെച്ചായിരുന്നു. ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഡോമിഷ്യ ആബി, നിദ്ര പ്രാപിച്ച സ്ഥലം എന്നാണ്. അവിടെ നിന്ന് ആഘോഷപൂർവ്വം പട്ടണത്തിന് പുറത്ത് ഉരുവമലയുടെ അടിവാരത്തിൽ പാറയിൽ വെട്ടിയ കല്ലറയിലാണ് മാതാവിൻ്റെ മൃതശരീരം സംസ്കരിച്ചത്. അനേക പടികൾ ഇറങ്ങി വേണം കബറിടത്തിൽ എത്തുവാൻ. ഇപ്പോൾ അവിടെ കാണുന്ന പള്ളി കുരിശുയുദ്ധകാലത്തേതാണ്. അവിടെ ചുമതലയുള്ളത് ഗ്രീക്ക്, ആർമേനിയൻ എന്നീ സഭകൾക്കാണ്. എന്നാൽ കോപ്റ്റിക് സഭയ്ക്കും സുറിയാനി സഭയ്ക്കും ഓരോ ത്രോണോസുകൾ വീതം ഉണ്ട്. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൻ്റെ ജനനത്തെപ്പറ്റി ദി ലാസ്റ്റ് ബുക്സ് ഓഫ് ദി ബൈബിൾ എന്ന അപ്പോക്രിഫൽ ബുക്കിലെ ഗോസ്പൽ ഓഫ് മേരി എന്ന ഭാഗത്തു നിന്നും നമുക്ക് അറിവ് ലഭിക്കുന്നതാണ്. വിശുദ്ധ മാതാവിൻ്റെ അമ്മ ഹന്ന ദാവീദ് രാജാവിൻ്റെ വംശത്തിൽ നസ്രത്തിലാണ് ജനിച്ചത്. ജെറുസലേം ദേവാലയത്തിൽ വളർത്തപ്പെട്ടു. ഹന്നയുടെ അമ്മയുടെ കുടുംബം ബേത്ലഹേമിലായിരുന്നു. ഈ കുടുംബം അവരുടെ കുടുംബ സ്വത്തുക്കൾ മൂന്നായി ഭാഗിച്ചു. ആദ്യ ഭാഗം ദേവാലയത്തിനും, രണ്ടാം ഭാഗം അഗതികൾക്കും, മൂന്നാം ഭാഗം സ്വന്തം ആവശ്യങ്ങൾക്കും. മറിയമിൻ്റെ അമ്മ ഹന്നായ്ക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ട് മറിയാമിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ സ്ഥലത്ത് ഇന്ന് ഹന്നയുടെ പള്ളി സ്ഥിതി ചെയ്യപ്പെടുന്നു. ദർശനമുണ്ടായത് ആട്ടുഗോപുരത്തിനടുത്താണെന്നുള്ള സ്ഥലവിവരണം കൊണ്ടാണ് മറിയാമിൻ്റെ ജന്മസ്ഥലം കണ്ടുപിടിക്കപ്പെട്ടതും അതിൻ്റെ അവശിഷ്ടങ്ങളുടെ മുകളിൽ തന്നെ ഹന്നയുടെ പള്ളി പണിയിക്കാൻ ഇടയായതും. പള്ളിയുടെ മുൻവശത്ത് ആട്ടുവാതുക്കൽ സ്ഥിതി ചെയ്യുന്ന ബെത്സിദ കുളം മറിയാമിൻ്റെ ജന്മസ്ഥലം കണ്ടുപിടിക്കാൻ വളരെ സഹായകരമായി തീർന്നു. ഈ റോമൻ സ്കോളർ ചർച്ച് വിശുദ്ധ ഹന്നയുടെ നാമത്തിൽ പ്രതിഷ്ഠിക്കുകയും ബെനഡിക്റ്റൻ സന്യാസികളുടെ ചാപ്പലായി തീരുകയും ചെയ്തു. While he was in this spot, he wept over the fate of the beautiful city of Jerusalem. And he said, if you only knew what's needed for your peace. വലിയ നോയമ്പ് കാലയളവിലും നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ വാരാചരണത്തിലും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും നമുക്ക് ലഭിക്കേണ്ടതുമായ ദൂത്, യേശുതമ്പുരാൻ ഉരുവമലയുടെ മകളിൽ മനോഹരമായ ജെറുസലേം പട്ടണത്തെ നോക്കിക്കൊണ്ട് കരഞ്ഞു. അതിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചു. യേശുതമ്പുരാൻ കൽപ്പിച്ചു, ഈ നാളുകൾ എങ്കിലും നിൻ്റെ സമാധാനത്തിനുള്ളത് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. തുടർന്നുള്ള ലക്കങ്ങളിലും ജെറുസലേമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യേശുതമ്പുരാൻ്റെ കഷ്ടാനുഭവങ്ങളെ കൂടുതലായി ധ്യാനിക്കുന്ന എപ്പിസോഡുകളായിരിക്കും ഇനി കടന്നു വരുന്നത് ഈസ്റ്റർ വരെയുള്ള കാലയളവിൽ. പ്രത്യേകിച്ച് ഓശാന ഞായറാഴ്ചയുടെ പ്രാധാന്യം, പെസഹ, ദുഃഖവെള്ളിയാഴ്ച, ഉയർപ്പ് കൂടുതലായിട്ട് നമ്മുടെ ക്രിസ്തു ശിഷ്യർക്ക് ധ്യാനിക്കുവാൻ ഉതകുന്ന രീതിയിൽ സ്ഥലവുമായി ബന്ധപ്പെടുത്തി ആ പരമ്പരകൾ ഈ നോയമ്പ് കാലയളവിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു.